ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 18ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ ചെന്നിപ്പോൾ പുതിയതായിട്ട് വുഹാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്തതും അവൾക്ക് അവിടെ കൂട്ടായിട്ട് അവളെ സർപ്രൈസ് ചെയ്ത് ജിങ് അവിടേക്ക് അഡ്മിഷൻ എടുത്തതും തന്നോട് ഇത് മറച്ചു വെച്ചതിന്റെ പേരിൽ ചെന്ന അവനോട് പിണങ്ങിയതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ജിങ്ങിനെ കാണിക്കുകയാണെങ്കിൽ തലേ ദിവസം അവൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്ന ജിങ്ങിന്റെ ആ ഒരു റൂംമേറ്റ് ഇപ്പോൾ അവനെ യൂണിവേഴ്സിറ്റിയിലുള്ള ഗ്രൗണ്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവരുടെ ടീമിൽ ഒരാൾ കുറവാണെന്നും അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു ഗെയിമൊന്നും കളിക്കാനായിട്ട് അവനോട് ആവശ്യപ്പെടുമ്പോൾ ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് അവൻ അതിന് സമ്മതിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ചെന്ന് അവളുടെ റൂംമേറ്റുമായിട്ട് ആ വഴി നടന്നു പോവുക തന്നെയാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ജിങ്ങിനെ അവള് ശ്രദ്ധിക്കുന്നത്. ഇതേ ടൈമിൽ തന്നെ ജിങ്ങിനെ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്ന ബാക്കി ഗേൾസിനെയും ചെന്ന് സ്പോട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ചെന്നിന്റെ ഒപ്പം ഉണ്ടായിരുന്ന അവളുടെ ആ ഒരു ഫ്രണ്ട് തന്നെ ഇപ്പൊ അവളോട് ജിങ് എത്രമാത്രം അട്രാക്റ്റീവ് ആണെന്നും അവന്റെ പുറകെ എന്തോരം ആൾക്കാരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജിങ് ചെന്നിനെ കാണുമ്പോൾ അവൻ അവളുടെ അടുത്ത് വന്ന് സംസാരിക്കാനിരിക്കെ തന്നെ ചെന്നിന്റെ അമ്മ അവന് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന ഒരു മെഡിസിനൽ കിറ്റ് ഇപ്പോൾ ചെന്നെടുത്ത് അവന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അന്ന് രാത്രി ചെന്നും അവളുടെ റൂംമേറ്റ്സും കൂടി റൂമിലിരുന്ന് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് അന്ന് ജിങ് ആ ഒരു മാച്ചിൽ കളിക്കുന്ന ഫോട്ടോസൊക്കെ ഇപ്പൊ അവരുടെ യൂണിവേഴ്സിറ്റിയിലെ അക്കൗണ്ടിൽ വളരെ വൈറലായതും അതിന് താഴെ വന്ന് ഒരുപാട് പെൺകുട്ടികൾ അവന്റെ അഡ്രസ്സും നമ്പറൊക്കെ ചോദിച്ച് അവനായിട്ട് ഫ്ലോട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതൊക്കെ ചെന്നിന്റെ റൂംമേറ്റ്സ് ഇപ്പോൾ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. പോരാത്തതിന് അവൻ എത്രമാത്രം ഹാൻസം ആണെന്നും കൂടി അവർ പറയുമ്പോൾ ശരിക്കും നമ്മുടെ ജിങ്ങിനെ കാണാൻ ഇത്രയും ലുക്ക് ഉണ്ടോന്ന് ചെന്നെ ആശ്ചര്യപ്പെട്ട് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അന്ന് രാത്രി ചെന്നെ കിടക്കുമ്പോഴും തലേ ദിവസം ജിങ് അയച്ച മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ അവൻ തന്നെ ഇങ്ങനെ സർപ്രൈസിന്റെ പേരും പറഞ്ഞ് ചീറ്റ് ചെയ്ത് അവളെ വിഷമിപ്പിച്ചതിൽ ഉള്ള ആ ഒരു പരിഭവം മനസ്സിൽ ഒതുക്കിക്കൊണ്ട് ചെന്ന അങ്ങനെ കിടക്കുമ്പോഴാണ് അവരുടെ റൂമിലേക്ക് അവരുടെ പുതിയ റൂംമേറ്റ് ആയിട്ടുള്ള ഒരു പഠിപ്പി കൊച്ച് കയറി വരുന്നത്. അങ്ങനെ അവൾ അവിടേക്ക് വരുമ്പോ തന്നെ അവളുടെ റൂമിലുണ്ടായിരുന്ന AC ഇപ്പോൾ ഓഫ് ചെയ്യുന്നുണ്ട്. ഇത് കാരണം കൊണ്ട് ആ ഒരു റൂമിലെ ചൂട് കൂടിയിട്ട് അന്നത്തെ രാത്രി ചെന്നിനും ബാക്കി പിള്ളേർക്കൊന്നും ഉറങ്ങാൻ പറ്റാതെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ലൂ എന്ന ആ ഒരു പണക്കാരി കൊച്ച് നേരെ വന്ന് ഇപ്പൊ AC ഒക്കെ ഓൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഇപ്പൊ ജിങ്ങിനെ കാണുകയാണെങ്കിൽ അവൻ അവന്റെ ഹോസ്റ്റൽ റൂമിലിരുന്ന് ഫ്രണ്ട്സുമായിട്ട് ഗെയിമൊക്കെ കളിച്ചിരിക്കെ തന്നെ അവന്റെ ആ ഒരു റൂംമേറ്റ് വന്ന് അന്ന് നൈറ്റ് ഡിന്നറിന് അവരുടെ സീനിയേഴ്സ് അവർക്കായിട്ട് ചെറിയ ഒരു വെൽക്കം പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് അതിന് വരണമെന്നും പറയുമ്പോൾ എനിക്കിപ്പോ അതിനൊന്നും വരാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ലെന്ന് ജിങ് പറയുന്നുണ്ട്. പക്ഷെ അന്ന് വൈകുന്നേരം ചെന്നാകട്ടെ അവളുടെ റൂംമേറ്റ്സ് നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു വെൽക്കം പാർട്ടിക്ക് പോകുന്നത് കണ്ടിട്ട് അവളും ഇപ്പൊ ഡ്രസ്സൊക്കെ ചെയ്ത് ആ ഒരു പാർട്ടിയിലേക്ക് ചെന്ന് അവിടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ കൂട്ടത്തില് പണ്ടത്തെ അവളുടെ സ്കൂളിൽ വെച്ച് അവളുടെ ബുക്ക് എടുത്തുകൊണ്ട് പോയിരുന്ന ആ ഒരു സീനിയർ ആയിട്ടുള്ള ടയാൻജി എന്ന് പറയുന്ന ആ ഒരു പയ്യനും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ടയാൻജി വളരെ ക്യൂട്ടായിട്ട് ചെന്ന ഒരു ഫുഡ് കഴിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ നോക്കിയിരിക്കുമ്പോൾ മറ്റു സൈഡില് ജിങ് ഇല്ലാത്തോണ്ട് ഒറ്റയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന അവന്റെ ഫ്രണ്ടിനോട് ജിങ് എവിടെയാണെന്നും നിന്നോട് അവനെ കൂട്ടിയിട്ട് വരാനല്ലേ താൻ പറഞ്ഞതെന്നും അവരുടെ ഒരു സീനിയർ ഇപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇത് കേട്ട് ജിങ്ങിന്റെ റൂംമേറ്റ് ഇപ്പൊ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ചെന്നന്റെ ആ ഒരു ഫോട്ടോ എടുത്ത് നേരെ അത് അവൻ അയച്ചു കൊടുക്കുമ്പോൾ പിന്നീട് ഒന്നും തന്നെ നോക്കാതെ ജിങ് വേഗം അവിടേക്ക് പാഞ്ഞ് എത്തുന്നുണ്ട്. പിന്നീട് അവൻ അവിടെ കുടിച്ച് ഫിറ്റായി ബോധമില്ലാണ്ട് കിടക്കുന്ന ചെന്നിനെ എങ്ങനെയൊക്കെയോ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. വഴിക്ക് വെച്ച് അവളുടെ ഒപ്പം ഉണ്ടായിരുന്ന 2 ഫ്രണ്ട്സിന് എമർജൻസി ആയിട്ട് അവര് ഒരിടം വരെ പോകുമ്പോൾ ജിങ് തന്നെ ഒറ്റയ്ക്ക് അവളെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും നടക്കാൻ പോലും പറ്റാതെ ചെന്നിനെ ഇപ്പോൾ അവൻ തോളില് പിഗ്ഗി പാക്ക് ചെയ്തിട്ടാണ് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരുങ്ങുന്നത്. ഇതിന്റെ ഒപ്പം തന്നെ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിന്റെ ഒപ്പം ഇരുന്ന് കുടിച്ച് ഒരു ബോധമില്ലാണ്ട് പെരുമാറി കഴിഞ്ഞാൽ നിനക്ക് എന്ത് ആപത്ത് വരാമെന്നും എന്തുകൊണ്ടാണ് ഇത്ര കെയർലെസ് ആയിട്ട് ബിഹേവ് ചെയ്തെന്നൊക്കെ ചോദിച്ച് അവൻ ചീത്ത പറയുമ്പോൾ എന്തായാലും അവരാരും നിന്റെ അത്രയ്ക്കും എന്നെ ചീറ്റ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞ് ബോധമില്ലാണ്ട് നിന്നിട്ട് പോലും ചെന്നിപ്പാകെ ചൂടായിട്ട് എനിക്ക് നിന്റെ ഹെൽപ്പൊന്നും വേണ്ടെന്നും താൻ ഒറ്റയ്ക്ക് എന്റെ ഹോസ്റ്റലിലേക്ക് നടന്നു പോയിക്കൊള്ളാമെന്നും പറയുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് ഒരു അടി പോലും മുമ്പോട്ട് നടക്കാൻ പറ്റാത്ത ചെന്നിനെ ജിങ് തന്നെ എടുത്തു പൊക്കി നേരെ ഹോസ്റ്റലിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന നമ്മുടെ സോങ്ങിനെ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ അവന്റെ സെയിം യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് ചെന്നിന്റെ ആ ഒരു ഫ്രണ്ട് തന്നെ ആയിട്ടുണ്ടായിരുന്ന പഠിപ്പിയായിട്ടുള്ള ഡ്യൂമാൻ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടി പഠിക്കുന്നതിനും നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ചെന്നി എഴുന്നേൽക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് തലേ ദിവസം അവൾ കുടിച്ച് ഉണ്ടാക്കിയ പ്രശ്നങ്ങളും എങ്ങനെയൊക്കെയോ ജിങ്ങാണ് അവളെ റൂമിലേക്ക് കൊണ്ടുവന്നാക്കിയെന്നുള്ള കാര്യങ്ങളൊക്കെ ചെന്നിന് ഓർമ്മ വരുന്നത്. അങ്ങനെ അവൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ അവൾക്ക് ടയാൻജി അയച്ച ഒരു മെസ്സേജ് കിട്ടുന്നുണ്ട്. അവൾ ഓക്കെ അല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന കോണ്ടന്റ് ഉള്ള ഒരു മെസ്സേജ് ചെന്നി കാണുന്നുണ്ടെങ്കിലും അത്
അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ അവൾ നേരെ തന്നെ ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. സോ ഇന്ന് അവരുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ഫസ്റ്റത്തെ ക്ലാസ് ആണെങ്കിലും അവളുടെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള ലീയും ലൂവും ഒരു ക്ലാസ് ബങ്ക് ചെയ്ത് പുറത്തു പോയതുകൊണ്ട് അവരുടെ ടീച്ചർ ഇപ്പോൾ അറ്റൻഡൻസ് വിളിക്കുന്ന സമയത്ത് ചെന്നെ തന്നെ സൗണ്ടൊക്കെ മാറ്റി അവർക്ക് 2 പേർക്കും വേണ്ടി അറ്റൻഡൻസ് പറയുന്നുണ്ടെങ്കിലും ആ ഒരു ടീച്ചർ അവളെ കൈയോടെ തന്നെ പൊക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മുമ്പിലും വെച്ച് നാണം കെട്ടിയിരിക്കെ തന്നെയാണ് ഒരു കാര്യം കണ്ട് ഫ്രണ്ടിലിരുന്ന് ചിരിക്കുന്ന ജിങ്ങിനെ അവൾ നോട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ അവൾക്കുള്ളത് ജനറൽ ക്ലാസ് ആയതുകൊണ്ട് പല സ്ട്രീമിലെയും കുട്ടികൾ ഒരുമിച്ച് കൂടി കേൾക്കുന്ന ഒരു ക്ലാസ് ആയിരുന്നു അത്. അങ്ങനെ ആ ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് ചെന്നിപ്പോ ജിങ്ങിനെ കണ്ട് തലേദിവസം എന്താണ് ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ സേഫായിട്ട് എത്തിക്കാനാണ് നോക്കിയതെന്നും പക്ഷെ നീ ആണെങ്കിൽ എന്നെ ഉപദ്രവിച്ച് എന്റെ ബോഡി ഫുള്ളും എനിക്കിപ്പോ ഏക്ക് ചെയ്യുന്ന രീതിയിൽ എന്നെ ഹേർട്ട് ചെയ്യായിരുന്നു എന്ന് ജിങ് പറയുമ്പോൾ ഫ്ലാഷ് ബാക്കിൽ കുറിച്ച് ബോധമില്ലാതെ അവൾ ജിങ്ങിനെ ഉപദ്രവിക്കുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവർ 2 പേരും സംസാരിച്ചൊക്കെ തന്നെ ജിങ്ങിന്റെ ആ ഒരു ക്ലാസ്മേറ്റ് അവിടേക്ക് വന്നിട്ട് പിന്നീട് അവർ 3 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടേക്ക് ഡുവേ എന്ന കഴിഞ്ഞ ദിവസം രാത്രി ജിങ്ങിനെ കാണണം എന്ന് ആവശ്യപ്പെട്ട ആ ഒരു സീനിയർ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സീനിയേഴ്സിൽ ഏറ്റവും ബെസ്റ്റും ഹൈലി ടാലന്റഡും സ്കിൽഡും ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഡുവേ എന്ന് പറഞ്ഞ് ജിങ്ങിന്റെ ഫ്രണ്ട് ഇപ്പോൾ അവന് ഡുവേനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഡുവേ അവരുടെ കോഴ്സിന്റെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ജിങ്ങിനെയും അവന്റെ ഫ്രണ്ടിനെയും കൊണ്ടുപോകുമ്പോൾ ചെന്നിപ്പോ ഒരു യൂണിവേഴ്സിറ്റിയിൽ തുടർന്ന് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ക്ലബിൽ ചേരണം എന്നുള്ള റൂളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ക്ലബ് അന്വേഷിച്ച് പോകുമ്പോൾ കോയിൻസിഡന്റ്ലി അവള് ടൈൻചിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടൈൻചിയോട് ഞാൻ ഏത് ക്ലബിൽ ചേരണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലെന്ന് ചെന്ന് പറയുമ്പോൾ നിന്റെ സ്കിൽ എന്താണെന്ന് അവൻ അവളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് താൻ നല്ലൊരു മാർഷ്യൽ ആർട്സ് പ്ലെയർ ആണെന്ന് ചെന്ന് പറയുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അവിടെ മാർഷ്യൽ ആർട്സിന് വേണ്ടി മാത്രമായിട്ട് ഒരു ക്ലബില്ലെന്ന് ടൈൻചി പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ ഒരു മീറ്റിംഗിൽ ഉണ്ടായിരുന്ന ഡുവേ ഇപ്പോൾ ജിങ്ങിന്റെ അടുത്ത് വന്ന് അവളുടെ നമ്പറൊക്കെ കൊടുത്ത് അവരുടെ തന്നെ ക്ലബിൽ ചേരാനായിട്ട് അവന് താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജിങ് ഇപ്പോൾ ഇതിനൊന്നും താല്പര്യമില്ലാണ്ട് അവിടെ നിന്ന് എനിക്ക് ചെന്നിനെ കാണാൻ പോകുമ്പോൾ ചെന്നിന്റെ ഒപ്പം ഇരിക്കുന്ന ടയാൻചിയെ കാണുമ്പോൾ അത് കാണുന്ന ജിങ്ങിന് അത്രയൊന്നും ഇഷ്ടപ്പെടാണ്ട് അവനിപ്പോൾ എന്തൊക്കെയോ ഒരു ജലസി മാതിരി ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ഡിസ്കഷൻസ് ഒക്കെ കഴിഞ്ഞ് ചെന്നിപ്പോൾ അവളുടെ റൂമിലെത്തി അവളുടെ ഫ്രണ്ട്സ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ സീനിയർ ആയിട്ടുള്ള ടയാൻചിയുടെ സഹായത്തോടെ എങ്ങനെയാണ് അവൾ സ്പോർട്സ് ക്ലബിൽ ജോയിൻ ചെയ്യാൻ പോണേന്ന് അവളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ അതിലൊരു ഫ്രണ്ട് വന്നിട്ട് സത്യം പറയും ടയാൻചിക്ക് നിന്നോടൊരു ക്രഷ് ഇല്ലേ, അതുകൊണ്ടല്ല അവൻ നിന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നല്ലെന്നും പണ്ടത്തെ സ്കൂളിൽ വെച്ച ഒരു ബുക്ക് എടുത്തൊരു പരിചയം മാത്രമേ തങ്ങൾക്കിടയിൽ ഉള്ളൂ എന്നും അതുകൊണ്ടാണ് അവരത്രയും പെട്ടെന്ന് തന്നെ ക്ലോസ് ആയെന്നൊക്കെ ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു റൂമിലിരുന്ന് അവരെല്ലാവരും കൂടി സംസാരിച്ചിരിക്കെ തന്നെ അവിടേക്ക് തലേദിവസം രാത്രി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പഠിപ്പി കൊച്ച് വന്നിട്ട് പെട്ടെന്ന് തന്നെ AC ഓഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന റിച്ച് ആയിട്ടുള്ള ലൂ എന്ന് പറഞ്ഞ കുട്ടി നീ എന്തിനാണ് ഇപ്പൊ ഫാൻ ഓഫ് ചെയ്തെന്ന് അവളെടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ അത്യാവശ്യത്തിനൊക്കെ കണവുണ്ടെന്നും അതുകൊണ്ട് AC-യുടെ ആവശ്യമില്ലെന്നും മാത്രമല്ല വെറുതെ ഇങ്ങനെ AC ഓൺ ചെയ്തിട്ടാണെങ്കിൽ അത് ഇലക്ട്രിസിറ്റിയും അത്രമാത്രം നഷ്ടമാവുന്നൊക്കെ അവള് പറയുമ്പോൾ അങ്ങനെ നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാന്നും ഇനി ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതിന് കുഴപ്പമാണെങ്കിൽ അത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് അടച്ചോളാന്നും ലൂ പറഞ്ഞ് നേരെ തന്നെ അവളുടെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങിച്ച് AC ഓൺ ആക്കുന്നുണ്ട്. ഇത് കണ്ട് ദേഷ്യം വന്ന ആ ഒരു പഠിപ്പി കൊച്ചാകട്ടെ വീണ്ടും അവളുടെ കയ്യിൽ നിന്ന് റിമോട്ട് വാങ്ങിയാ നോക്കിയിട്ട് നിന്റെ കയ്യിൽ പൈസ ഉള്ളതുകൊണ്ട് അതിന്റെ അഹങ്കാരമൊന്നും ബാക്കിയുള്ളവരുടെ മേത്ത് എടുക്കരുതെന്നും പറഞ്ഞ് ഇവ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കത്തിലാകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന ലീയും ചെന്നും കൂടിയിട്ടാണ് ലാസ്റ്റ് അവരെ സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ചെന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അവൾക്ക് സീഷയുടെ ഒരു കോള് വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവൾ ചെന്നായിട്ട് കുറെ നേരം സംസാരിച്ചിട്ട് പിന്നീട് സീഷയെ കാണിക്കുമ്പോഴാണ് അവളിപ്പോ ശരിക്കും അന്ന് ഇവരുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ അനുസരിച്ച് സൊങ്ങിനെ ഇപ്പോഴും വിടാതെ ഇപ്പോ അവൻ പഠിക്കുന്ന ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ തന്നെ അവനെ വെയിറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് വരുന്ന സോങ് പെട്ടെന്ന് അവളെ കണ്ട് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ഈ ഒരു സിറ്റിയിൽ ഇപ്പൊ അവർ 2 പേര് മാത്രം ഫ്രണ്ട്സ് ആയിട്ടുള്ളതുകൊണ്ട് അവർ 2 പേരും കൂടി ഇപ്പൊ സംസാരിച്ച് ഒരുമിച്ച് നടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ വീണ്ടും ഒരു ബോയ്സ് ഹോസ്റ്റലിൽ ജിങ്ങിന്റെ ഫ്രണ്ട് ഇപ്പോ അവന്റെ അടുത്ത് വന്നിട്ട് നീ ഡുവേ എന്ന് പറഞ്ഞ അവരുടെ സീനിയറിന് മെസ്സേജ് അയച്ചോന്നും എന്തിനാണ് നീ അവളെ അവോയ്ഡ് ചെയ്യുന്നതെന്നും ചോദിക്കുമ്പോൾ ജിങ് അങ്ങനെ പ്രത്യേകിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാണ്ട് ഡുവേയുടെ കാര്യത്തിൽ അവൻ ഒരു താല്പര്യമില്ലാണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും ഡുവേക്ക് ജിങ്ങിനോട് എന്തോ ഉണ്ട് ഇന്ന് അവന്റെ ഫ്രണ്ടിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ഒരു സീനോട് കൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യണം. സോ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.